എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിലും ഘടനയിലും ഉൾപ്പെടെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പുതിയ പരിഷ്കരണം നടപ്പിലാക്കുന്നത് ജൂലൈ മാസം 1-ാം തീയതി മുതലാണ്. പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഈ പുതിയ പദ്ധതിയുടെ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ എന്നാണ്. ഈ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ടാണ് വഹിക്കുന്നത്. 60-40 എന്ന തോതിലായിരിക്കും ഇതിന്റെ ഫണ്ട് വിനിയോഗം നടത്തുന്നത്. അതായത് പദ്ധതി ചെലവിന്റെ 60% തുക കേന്ദ്ര സർക്കാരും ബാക്കി 40% തുക അതത് സംസ്ഥാന സർക്കാരുകളുമായിരിക്കും അനുവദിക്കുന്നത്. മുൻപ് കേന്ദ്രം മാത്രമായിരുന്നു പദ്ധതിയുടെ ഫണ്ട് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസമായിട്ട് ഉയർത്തുന്നതാണ്. പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന മണ്ണുമാറ്റൽ, അതോടൊപ്പം തന്നെ തണ്ണീർത്തട സംരക്ഷണം തുടങ്ങിയ ജോലികൾക്ക് പുറമെ ഗ്രാമീണ മേഖലയിലെ സ്ഥിരം ആസ്തികൾ നിർമ്മിക്കുന്നതിനും ഉൽപാദനക്ഷമമായിട്ടുള്ള മറ്റ് ജീവനോപാധി മാർഗങ്ങൾക്കും പുതിയ മിഷനിൽ വലിയ പ്രാധാന്യം നൽകുന്നതാണ്. കാർഷികാനുബന്ധമായിട്ടുള്ള മേഖലകൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ ബന്ധിക്കുവാൻ ഇതിൽ സാധിക്കുന്നതാണ്. കാർഷികാനുബന്ധ മേഖലകൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ ബന്ധിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വിതരണം കൂടുതൽ സുതാര്യവും വേഗത്തിലാകുവാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതാണ്. ആധാർ അധിഷ്ഠിതമായിട്ടുള്ള പണമിടപാടുകളും കൃത്യമായിട്ടുള്ള ഹാജർ രേഖപ്പെടുത്തൽ വഴി അഴിമതികൾ തടയുവാനും അർഹരായിട്ടുള്ള തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വേതനം കൃത്യസമയത്ത് എത്തിക്കുവാനും സാധിക്കുന്നതാണ്. കേരള സർക്കാർ 2026-27 ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിയെ തുടരുന്നതിനായിട്ട് 1422 കോടിയോളം രൂപ സംസ്ഥാന വിഹിതമായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായിട്ട് 30,000 കോടി രൂപയും അതോടൊപ്പം തന്നെ 95,692 കോടി രൂപയുമാണ് പുതിയ പദ്ധതിക്കായിട്ട് വകയിരുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന പരിധിക്ക് മുകളിൽ വരുന്ന ചിലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 2026-27 വർഷത്തെ ആദ്യ ഗഡുവായിട്ട് കൂലി ഇനത്തിൽ 17,744 കോടിയോളം രൂപ വിവിധ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നിലവിലുള്ള വിവരങ്ങൾ പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജൂലൈ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. നിലവിലെ കാർഡുകൾക്ക് പകരം പുതിയ മിഷനിലുള്ള പേരിലുള്ള പുതിയ കാർഡുകൾ നൽകണമെന്ന കാര്യത്തിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള തൊഴിൽ കാർഡുള്ള തൊഴിലാളികൾക്ക് വീണ്ടും പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ തൊഴിൽ കാർഡ് എടുത്തിട്ടില്ലാത്ത പുതിയ ആളുകൾക്ക് മാത്രമേ ഇനി പുതുതായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും തൊഴിൽ കാർഡും ആധാറുമായിട്ട് കൃത്യമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് മുൻപ് തന്നെ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയ മിഷനിലേക്ക് മാറുമ്പോൾ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നതല്ല. കാരണം പുതിയ മിഷനിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ തൊഴിൽ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ നിർബന്ധമായിട്ടും ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ കൂലി ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകുന്നതാണ്. സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി നിലവിലെ ശൈലി പുതിയ മിഷനിലും തുടരുന്നതാണ്. ഗ്രാമീണ മേഖലകളിലെ സ്ത്രീ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേകം തൊഴിൽ മേഖലകളും ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ വരാൻ പോകുന്ന ഈ വൻ പരിഷ്കാരങ്ങളെക്കുറിച്ചും അതിൻ്റെ പുതിയ ചട്ടങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ ഔദ്യോഗികപരമായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. തൊഴിലാളികൾ തങ്ങളുടെ സംശയ നിവാരണങ്ങൾക്കായിട്ട് അതത് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.